പുലച്ചക്ക് ഒരു 4 മണിക്കുണ്ട് റിനാഫ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് നീ ഒന്ന് പെട്ടെന്നൊന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം തന്നെ വണ്ടി എടുത്തിട്ട് പോകട്ടോ. നമ്മൾ ചിങ്ങോടുത്തൂടിയൊക്കെ വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് നല്ല ഇരുടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ പുലച്ചക്ക് എന്തിനാണ് വിളിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ തന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് നല്ല സ്പീഡിൽ തന്നെ പോയത്. പോകുന്ന സമയത്ത് ഞാൻ ഓനെ ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരമൊക്കെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവിടെ എത്തി നോക്കുന്നേരോ എന്താ പ്രശ്നം എന്ന് അറിയില്ലല്ലോ. എന്താ വെച്ചാൽ ഒരാൾ ഇത്രയും പുലച്ചക്കൊക്കെ വിളിക്കുന്ന കണ്ടതിന് ശേഷം ഞാനെന്ത് വിചാരിച്ചു എന്തോ സുഖമില്ലാണ്ടായിട്ടായിരിക്കുമ്പോൾ വിളിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണെന്നുള്ളൊരു സംഭവം നമ്മളിപ്പോൾ അറിയില്ല കേട്ടോ. അങ്ങനെ വണ്ടിയും കൊണ്ട് നമ്മളെ പുറക്കാടോടി ഇങ്ങനെ പോകുന്ന പുറക്കാടാണ്. അങ്ങനെ നമ്മളെ കള്ള് ഷാപ്പിൻ്റെ അതിലെ കൂടെ തന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ നിറച്ച് നായ്ക്കളുണ്ട് കേട്ടോ റോട്ടുമേൽ. എന്താ വെച്ചാൽ പുലച്ചക്കൊക്കെ ഈ നായ്ക്കളെ ഇങ്ങനെ കണ്ടിരിക്കും. എൻ്റെ പുരയിലിങ്ങ് എത്തി നമ്മൾ പുരയിലെത്തി നോക്കുന്നേരോ പുര മൊത്തം വല ഇട്ട് വെച്ചിരിക്കും. ഞാൻ വിചാരിച്ചു എന്തായിരിക്കും വല മൊത്തമായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചിരിക്കുന്നത് നോക്കുന്നൊരു ഓൻ എന്നോട് പറഞ്ഞു ഓൺ അടിക്കണ്ട ഞാൻ ഇത് തുറന്ന് വരാമെന്ന്. അങ്ങനെല്ലാം കൂടി ഓൺ ഡോറും തുറന്നിട്ട് എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് വേഗം വണ്ടി എടുക്കും. ഞാൻ ചോദിച്ചാൽ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു ഹെൽമെറ്റ് ഒന്നുമില്ല, എങ്ങോട്ടാടാ പോകേണ്ടതെന്ന് വെച്ചപ്പോൾ അത് ഞാൻ പറയാമെന്നും പറഞ്ഞു. അങ്ങനെയെല്ലാം കൂടി പുറക്കാട് ടൗണിലെത്തി വെക്കുന്നവരോട് ഒരു വണ്ടീൻ്റെ മുകളിൽ എന്തുണ്ട് ഹെൽമെറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു അതും എടുത്താലോ എന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ 4 മണിക്കൊക്കെ ആരാ ഇവിടെ വണ്ടി വെച്ചൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് അംജീൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ അംജീൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി നോക്കുന്നേരം അവിടുത്തെ നായി നന്നായിട്ട് കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അംജി നന്നായിട്ട് ഉറങ്ങും. അവൻ തലയിൽ ഒരു തട്ടമൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് എന്താക്കി ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങ് പോകുന്നത്. അതും എടുത്ത് പോകുന്നവരുണ്ട്. നമ്മൾ വിഷ്ണു ഏട്ടനുണ്ട് എന്താക്കുന്നത് രാവിലെ തന്നെ മീനിന് പോകട്ടെ 4 മണിക്കേറ്റാൻ പോകുന്നത് കടപ്പുറത്തേക്ക് പോകാമെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയെല്ലാം കൂടി ഞാൻ അവനോട് ചോദിച്ചു എന്തിനാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അവൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഓൻ പറഞ്ഞെന്താണെന്നറിയോ കൊയിലാണ്ടി ഒരു 4 മണിക്ക് ചായ കുടിക്കാൻ പോയത് ചങ്ങായി ഇതൊക്കെ ഇവിടെ കയറിയിട്ട് നമ്മൾ ബഷീർ ഖാൻ്റെ ഒരു ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കുടിച്ചാൽ ഞാൻ വിചാരിച്ച എൻ്റെ മോനെ ഇവൻ അറ്റാക്കോ അല്ലെ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിയിട്ട് വന്നതെന്ന്. പൊയച്ചിട്ട് കുടിച്ചതോ കടി എന്താണെന്നറിയോ പരിപ്പ് വടയും ഗ്യാസിന് ഇനി എവിടെയും പോകാനുണ്ടോ. അങ്ങനെ ഞാനും അവൻ എന്തൊക്കെയോ പറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമായിക്കട്ടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.